വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലത്തിന് വിട നൽകി ഈ വർഷത്തെ SSLC പരീക്ഷകൾ അവസാനിച്ചു. പരീക്ഷാ ചൂടിന്റെ പിരിമുറക്കം അവസാനിച്ചതിലെ ആഹ്ലാദവും വിട പറയലിന്റെ നൊമ്പരങ്ങളും സ്കൂളിനോടുള്ള ഇഷ്ടം പങ്കിട്ട് വിദ്യാർത്ഥികൾ. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:15 ഒടുവിലത്തെ SSLC പരീക്ഷയായ സോഷ്യൽ സ്റ്റഡീസ് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ പരീക്ഷാ ഹാളിൽ നിന്നും പുറത്തിറങ്ങിയത്. കഴിഞ്ഞ നാളുകളിലെ ഗൃഹാതുരതയാർന്ന ഓർമ്മകളും ഒഴിവുകാലത്തിന്റെ ആവേശവും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇടകലരുന്ന ഇടവേളയാണ് ഇനി. ടീച്ചർമാരൊക്കെ ഞങ്ങളെ സ്റ്റാർട്ടിങ് തൊട്ട് നന്നായി മോൾഡ് ആക്കിയിട്ട് നല്ല എളുപ്പത്തിൽ എഴുതാനായിട്ട് സഹായിച്ചു. നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് എല്ലാ എക്സാമും എഴുതിയത്. ഇനിയും ഞങ്ങളൊരു ജീവിതത്തിൽ നന്നായി ജയിക്കാനായിട്ട് ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങളെ നന്നായി ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ എല്ലാ പരീക്ഷയും നല്ല എളുപ്പമുണ്ടായിരുന്നു. ടീച്ചർമാരെ നല്ല സപ്പോർട്ടും ഞങ്ങൾക്ക് നല്ല ആനുകൂല്യമായിട്ടും തോന്നുന്നുണ്ടായിരുന്നു. സ്കൂൾ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് നമ്മളെ പൊതുവെ പഠിപ്പിക്കും അവരിങ്ങനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിങ്ങനെ നടക്കൽ തന്നെയായിരുന്നു. പക്ഷേ എക്സാമിന് ബുദ്ധിമുട്ടൊന്നും വരുത്തിയില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ കുറേ മിസ് ചെയ്യും. മറ്റെല്ലാ വിനോദ പരിപാടികളും ഒഴിവാക്കിയായിരുന്നു 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷയൊരുക്കം. ഇനി അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള നാളുകൾ. വെക്കേഷന് പൊതുവെ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാറാണ് പതിവ്. ഇവരൊക്കെ തന്നെ ഇവരുടെ വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം തന്നെയാണ് മെയിനായിട്ട്. കാവടി പൂരം ആഘോഷം. ഇക്കൊല്ലം ഒരു പൂരത്തിനും പോയിട്ടില്ല, ഒരു സിനിമയ്ക്കും പോയിട്ടില്ല. ഇന്ന് വൈകിട്ട് തൊട്ട് സിനിമയ്ക്ക് പോയി തുടങ്ങും. ഹ്രസ്വകാല കോഴ്സുകൾ ഏതെങ്കിലും പഠിക്കണം, കൂട്ടുകാരുടെ വീടുകളിലേക്ക് പോകണം, സിനിമകൾ കാണണം, പൂരവും പെരുന്നാളും ഉത്സവങ്ങളും ആഘോഷിച്ച് വിനോദയാത്രകൾ പോയി അടിച്ചു പൊളിക്കണം. ശരിക്കും ഈ സ്കൂളിലേക്ക് വന്നപ്പോഴാണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയില്ലേ. പണ്ടത്തെ സ്കൂളിൽ ഞാൻ ഭയങ്കര മണ്ടത്തിയുടെ പോലെയായിരുന്നു. പഠിക്കുക മൊത്തം ചെയ്ത്. ഇവിടെ പക്ഷേ ഭയങ്കര കോമഡി ആയിട്ട് എല്ലാവരുമായിട്ട് അടിച്ച് പൊളിച്ച് പൊളിയായിരുന്നു സത്യം. പൊതുവെ മാത്സും ബയോളജിയും ഒക്കെയാണ് ഇത്തിരി കുഴപ്പിക്കുന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നത്. ഇപ്പോൾ സോഷ്യലി നമുക്ക് എല്ലാ കൊല്ലത്തെയും പോലെ അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഹാപ്പിനെസ് ഒക്കെ പോയി. ഇനി ഞങ്ങൾ എപ്പോഴാണ് കാണാമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. 3 വർഷം ഇതിൻ്റെ ഉള്ളിലെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. വിദ്യാലയവും അധ്യാപകരും കുട്ടികൾക്ക് എന്നെന്നും നന്ദി നിറഞ്ഞ ഓർമ്മകളാണ്, ആവേശവും. +1 പഠിച്ച സ്കൂളിലേക്ക് തന്നെ വരണമെന്നാണ് ചിലരുടെ ഇഷ്ടം. ഞാൻ 5 തൊട്ട് ഇവിടെ പഠിച്ചത് പൊളിയായിരുന്നു. സ്കൂൾ ലൈഫ് ഞാൻ LKG തൊട്ട് 10 വരെ 12 വർഷക്കാലം പഠിച്ചു. ഇനിയും ഈ അടുത്ത കൊല്ലം 2 കൊല്ലം ഇവിടെ തന്നെ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയും എന്താ പറയുക, ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടായാലും ഈ സ്കൂളിൻ്റെ ഒരു വൈബ് വേറെ എവിടെയും കിട്ടില്ല. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം തുടങ്ങിയ പതിവ് ആഗ്രഹങ്ങൾക്ക് പകരം നല്ല കോഴ്സുകൾ മനസ്സിലാക്കി തിരഞ്ഞെടുക്കണമെന്ന ചിന്ത ചിലർ പങ്കുവച്ചു. ഒഴിവുകാലത്തിനെ കുറിച്ച് ചിന്തിക്കുന്നേക്കാളും നമ്മൾ ഇത്ര നാളും പഠിച്ച ഈ ഒരു സ്കൂൾ വിട്ടിറങ്ങുമ്പോഴുള്ള വേദനയാണ് കൂടുതൽ. അതുകൊണ്ട് ഒഴിവുകാലത്തിനെ കുറിച്ചുള്ള ചിന്തകളെക്കാളും ഈ സ്കൂളിൽ വന്നപ്പോൾ കിട്ടിയിട്ടുള്ള നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഒരു അമ്മമാരുടെ പോലെ ഫുൾ ടൈം ഇപ്പോൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ ഞങ്ങൾക്ക് ക്ലാസ്സുകളുണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് എക്സാമിന് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോൾ ഇന്നലെയൊക്കെ രാത്രി ടീച്ചർ മെസ്സേജ് അയച്ചതിന് ഒരു കണക്കില്ല. കാരണം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് രാത്രി വെച്ചാലും ടീച്ചറും എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോന്ന് വെച്ച് പിന്നാലെ നടക്കായിരുന്നു. അതുകൊണ്ട് എക്സാംസ് ഒക്കെ നല്ല എളുപ്പമായിരുന്നു. ഏതാനും വിദ്യാർത്ഥികൾ പരസ്പരം വസ്ത്രങ്ങളിൽ എഴുതുകയും വരയ്ക്കുകയും ചെയ്തത് ഒഴിവാക്കിയാൽ പതിവ് വിടവാങ്ങൽ ആഘോഷങ്ങളൊന്നും അരങ്ങേറിയില്ല. സ്കൂളുകളിൽ നിന്ന് രക്ഷിതാക്കൾക്ക് കർശനമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകിയിരുന്നതിനാൽ പരീക്ഷ തീരും മുൻപേ രക്ഷിതാക്കൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാനായി സ്കൂൾ അങ്കണത്തിലെത്തിയിരുന്നു. മിക്ക സ്കൂളുകളിലും പോലീസ് സാന്നിധ്യവും ദൃശ്യമായിരുന്നു. TCV ന്യൂസ്, തൃശ്ശൂർ.